ബൂത്തിലെത്താനായി 12 ദിവസം മാത്രം ശേഷിക്കുന്ന നിലമ്പൂരിൽ രാഷ്ട്രീയ പോരാട്ടം കനക്കുകയാണ്. UDF-ഉം LDF-ഉം തമ്മിലുള്ള ആവേശകരമായ മത്സരത്തിനാണ് അരങ്ങൊരുങ്ങിയിരിക്കുന്നത്. രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പിൽ PV അൻവർ ആവനാഴിയിലെ എല്ലാ ആയുധങ്ങളും പുറത്തെടുക്കുകയാണ്. രാജിവെച്ച MLA അതുവഴിയുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന അപൂർവതയ്ക്കും നിലമ്പൂർ വേദിയാകുന്നുണ്ട്. BJP-യും അവരുടെ നിലമ്പൂരിലെ സ്വാധീനം തെളിയിക്കാനുള്ള ശ്രമത്തിലാണ്. തുടക്കത്തിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നുവെങ്കിലും പ്രചാരണത്തിന് ചൂടുപിടിച്ചതോടെ അൻവർ വിഷയം വിട്ട് ഇപ്പോൾ രാഷ്ട്രീയ വിഷയങ്ങളിലൂന്നി തന്നെയാണ് നിലമ്പൂരിൽ പ്രചാരണം കൊഴുക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഓരോ സ്പന്ദനവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ മീഡിയ 1 ഇലക്ഷൻ ടീമും ഫീൽഡിലുണ്ട്. നമുക്ക് നോക്കാം ഇന്ന് എങ്ങനെയൊക്കെയായിരുന്നു സ്ഥാനാർത്ഥികളുടെ പ്രചാരണം, എന്തൊക്കെ പ്രചാരണ വിഷയങ്ങൾ സജീവമായി തന്നെ നിലമ്പൂരിൽ ഉയർന്നു വരുന്നുണ്ട് എന്ന് കൂടി നോക്കേണ്ടതുണ്ട്. എന്തായാലും അൻവറിനെ പിന്തുണച്ചിപ്പോൾ JDS നേതാവായ നിലമ്പൂർ നഗരസഭാ കൗൺസിലർ TMC-യിൽ ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. JDS ദേശീയ കൗൺസിൽ അംഗം ഇസ്മായിൽ എരഞ്ഞിക്കലാണ് TMC-യിൽ ചേർന്നിട്ടുള്ളത്. 500 പ്രവർത്തകരും തനിക്കൊപ്പം ഉണ്ട് എന്നാണ് ഇസ്മായിൽ പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ 75,000 വോട്ട് പിടിക്കുമെന്നാണ് PV അൻവറിന്റെ അവകാശവാദം. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് 25,000 വോട്ട് നിലമ്പൂരിൽ ഇങ്ങനെ നോക്കിയാൽ എനിക്ക് കാണാം. ഇറ്റ് ഈസ് എ വിസിബിൾ വോട്ട്. ആ വോട്ടാണ് എൻ്റെ ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ 3 ദിവസം മണ്ഡലത്തിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ ഇടയിൽ നടക്കുമ്പോൾ ഞാൻ കാണുന്നത്, ഞാൻ ഈ പറയുന്ന 75,000 തൊട്ട് 1 ലക്ഷം വരെ വോട്ട് പിടിക്കാനുള്ള ഒരു ട്രെൻഡ്, മനുഷ്യരുടെ മാനസികാവസ്ഥ അത് ഈ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിലേക്ക് എത്താനുള്ള പരിശ്രമം എല്ലാം നടത്തുകയാണ്. നിലമ്പൂരിൽ നിന്ന് മുഹമ്മദ് ഷംസീർ കൂടുതൽ വിവരങ്ങൾ നൽകും. ഷംസീർ, കൂടുതൽ പേരുടെ പിന്തുണ കിട്ടുന്നതോടുകൂടി TMC-യിലേക്ക് കൂടുതൽ പേരെത്തുന്നതോടുകൂടി വലിയ ആത്മവിശ്വാസത്തിലാണോ PV അൻവർ? ദിവ്യ, PV അൻവർ തീർച്ചയായും വലിയ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോഴുള്ളത്. നേരത്തെ തന്നെ 75,000 വോട്ട് മണ്ഡലത്തിൽ തനിക്ക് നേടാൻ കഴിയും. ചുരുങ്ങിയത് 75,000 വോട്ട്, അത് 1 ലക്ഷം വരെ പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് PV അൻവർ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് JDS-ന്റെ നേതാവും ഒപ്പം തന്നെ നിലമ്പൂർ നഗരസഭാ കൗൺസിലറുമായ ഇസ്മായിൽ എരഞ്ഞിക്കൽ TMC-യിൽ ചേർന്നിരിക്കുന്നത്. അദ്ദേഹം JDS-ന്റെ ദേശീയ കൗൺസിൽ അംഗം കൂടിയാണ്. തനിക്കൊപ്പം 500 പേർ കൂടി പാർട്ടിയിലേക്ക് വരും, തനിക്കൊപ്പം ഉണ്ട് എന്നാണ് ഇസ്മായിൽ എരഞ്ഞിക്കൽ വ്യക്തമാക്കുന്നത്. ഈ തരത്തിൽ കൂടുതൽ പേരുടെ പിന്തുണ ആർജിക്കുകയാണ് PV അൻവർ. PV അൻവർ ഇപ്പോഴും മണ്ഡലത്തിൽ സജീവമായി പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിയിട്ടില്ല എങ്കിൽ കൂടി ഈ തരത്തിലുള്ള പിന്തുണ നമുക്ക് കൂടുതൽ പേരിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന അവകാശവാദമാണ് PV അൻവർ ഉന്നയിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് കൂറ്റമ്പാർ ജുമാ മസ്ജിദിൽ ഈ ജുമാക്ക് ശേഷം PV അൻവർ വോട്ട് തേടുകയുണ്ടായി. ഈ പെരുന്നാളിന് ശേഷമായിരിക്കും PV അൻവർ കൂടുതൽ സജീവമായി മണ്ഡലത്തിൽ ഇറങ്ങി വോട്ട് തേടുക. അതേസമയം തന്നെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചാരണം ശക്തമാക്കാൻ കൂടി PV അൻവർ ലക്ഷ്യമിടുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 75,000 വോട്ട് നേടുമെന്ന് PV അൻവർ പറയുമ്പോൾ 75,000 എന്നത് നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വിജയിക്കാൻ പര്യാപ്തമായ വോട്ടുകളാണ്. 2,32,000 വോട്ടുകളാണ് നിലമ്പൂരിലുള്ളത്. അതിൽ 70-75% പോളിംഗ് രേഖപ്പെടുത്തിയാൽ തന്നെ 75,000 വോട്ട് നേടിക്കഴിഞ്ഞാൽ PV അൻവറിന് ജയിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം നിലമ്പൂരിൽ പരുവപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് PV അൻവർ അവകാശപ്പെടുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് PV അൻവർ തനിക്ക് നേരത്തെ PV അൻവർ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം, വേണ്ടത്ര ഫണ്ടില്ല എന്നൊരു കാര്യം നേരത്തെ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് മത്സരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നീട് മത്സരരംഗത്തേക്ക് വരുന്നത്. ഇന്നിപ്പോൾ ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് PV അൻവർ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. അതിന്റെ ഇൻട്രോയിൽ പറയുന്നത് കർഷക തൊഴിലാളികളെയും ഓട്ടോ തൊഴിലാളികളെയും പ്രവാസികളെയും ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് PV അൻവർ വീഡിയോ തുടങ്ങുന്നത്. അതിൽ 10 രൂപയെങ്കിൽ 10 രൂപ, തനിക്ക് പിന്തുണ എന്ന അർത്ഥത്തിലെങ്കിലും നിങ്ങൾ ഫണ്ട് തരണം എന്ന ആവശ്യമാണ് PV അൻവർ ഉന്നയിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഓരോരുത്തരുമാണ് മത്സരിക്കുന്നതെന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ആ തരത്തിൽ കൂടുതൽ ഫണ്ട് സമാഹരണത്തിലേക്ക് കൂടി PV അൻവർ കടക്കുകയാണ്. സ്വന്തം അക്കൗണ്ട് നമ്പർ തന്നെ നൽകിക്കൊണ്ട് ഫണ്ട് സമാഹരണത്തിലേക്ക് നീങ്ങുന്നു. അതിനൊപ്പം വൈകാരികമായി കൂടി വോട്ട് നേടാനുള്ള ഒരു തന്ത്രം കൂടി PV അൻവർ ഈ വീഡിയോയിൽ പയറ്റുന്നുണ്ടെന്നുള്ളത് കാണാം. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ TP ചന്ദ്രശേഖരന്റെ അവസ്ഥ തനിക്ക് വരും, റോഡിൽ വെട്ടേറ്റ് കിടക്കുന്ന മരിച്ചു വീഴുന്ന അവസ്ഥ വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വൈകാരികത ഉണർത്തിക്കൊണ്ടുള്ള ഒരു വോട്ട് തേടലിലേക്ക് കൂടി PV അൻവർ നീങ്ങുന്നുണ്ട്. ഒരു ഭാഗത്ത് വൈകാരികതയും മറ്റൊരു ഭാഗത്ത് താൻ ജയിക്കേണ്ടതിന്റെ ആവശ്യകതയും ഫണ്ടില്ലാത്തതിന്റെ പ്രശ്നമെല്ലാം ചൂണ്ടിക്കാട്ടി ജനകീയനായി നിൽക്കുന്ന ഒരു രീതിയിലേക്ക് PV അൻവർ മാറുകയാണ്. പെരുന്നാളിന് ശേഷമായിരിക്കും കൂടുതൽ സജീവമായി അൻവർ രംഗത്തേക്ക് ഇറങ്ങുക. വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ ഇപ്പോഴും PV അൻവർ തുടരുകയാണ്.
യെസ്, എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് PV അൻവർ ഉള്ളത്. കൂടുതൽ പേരുടെ പിന്തുണ ഇപ്പോൾ JDS നേതാവായ ഇസ്മായിൽ എരഞ്ഞിക്കലിന്റെ പിന്തുണ കൂടി അൻവറിന് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയും കൂടുതൽ പേർ TMCയിലേക്ക് എത്തിച്ചേരുമെന്ന് അൻവർ പറയുന്നുണ്ട്. 75,000 വോട്ട് നിലമ്പൂരിൽ തനിക്ക് ലഭിക്കുമെന്നാണ് PV അൻവർ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. വിവരങ്ങളാണ് മുഹമ്മദ് ഷംസീർ നിലമ്പൂരിൽ നിന്ന് നൽകിയത്. ഇനി LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ എങ്ങനെയെന്ന് നോക്കാം. എന്തായാലും പ്രചാരണം LDF സ്ഥാനാർത്ഥി M സ്വരാജും സജീവമാക്കിയിരിക്കുകയാണ്. CPMന്റെ സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ മണ്ഡലത്തിലുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ വിലയിരുത്തുകയും ചെയ്തു. എടക്കര പഞ്ചായത്തിലായിരുന്നു M സ്വരാജിന്റെ ഇന്നത്തെ സ്ഥാനാർത്ഥി പര്യടനം. നാളെ ബലിപെരുന്നാളായതുകൊണ്ട് ഈദ്ഗാഹുകളിലും വ്യക്തികളെ കണ്ട് വോട്ട് തേടുന്നതിനുമൊക്കെയാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. വർഗീയ വിഷയങ്ങൾ ഉയർത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണം വഴിതിരിച്ചുവിടാനാണ് UDF ശ്രമമെന്ന് M സ്വരാജ് ആരോപിച്ചു. വളരെ ആരോഗ്യകരമായ ജനാധിപത്യ സംവാദങ്ങൾ, വികസനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, സർക്കാരിൻ്റെ നയപരിപാടികളും മറ്റും പരിശോധിക്കപ്പെടേണ്ട വേദി, ഇതൊക്കെയാണ് സത്യത്തിൽ തെരഞ്ഞെടുപ്പ്. എന്നാൽ ആദ്യം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ വഴിതെറ്റിക്കാൻ, അതിൽ വർഗീയ വിഷം കലർത്താനൊക്കെയുള്ള ആസൂത്രിതമായ നീക്കമാണ് ചില കോണുകളിൽ നിന്നുണ്ടാകുന്നത്. അതിൻ്റെ ഒരു കാരണം അവർ ആരോഗ്യകരമായ ഒരു ജനാധിപത്യ പോരാട്ടത്തിൽ അശക്തരായി എന്നുള്ളതാണ്. വിദ്വേഷത്തിൻ്റെ പ്രചാരകരെ അവഗണിക്കുക എന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്ന നയം ഇത്തരം വിഷയങ്ങളിലും പൊതുവിലും എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ മുൻപാകെ ഉണ്ട്.